ഇതേപോലെ ഇവർ കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ് ഈ എന്താ സിമ്പിൾ MCQ അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് തന്ന് അത് മാറ്റുന്ന രീതിയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റുകൾ പ്രസ്താവന ചോദ്യങ്ങൾ. അതിനെയാണ് ഉദ്യോഗാർത്ഥികൾ ഈ മാറ്റം എന്ന് പൊതുവെ പറയുന്നത്. പക്ഷെ അത് മാത്രം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന മൊത്തം എന്താ PSC വന്ന മാറ്റമാണ്. മാറ്റം എന്നുള്ള വാക്കാണ് നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം. അപ്പൊ അതിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ വന്ന മാറ്റം എന്താണ്, അതിനെ കുറിച്ചുകൂടെ നമ്മളൊന്ന് പറയണം. എനിക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതുപോലൊരു പോഡ്കാസ്റ്റിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് എന്താണ് ആ മാറ്റങ്ങൾ. നമ്മൾ KS മെന്ററിന്റെ അല്ലെ PSC മെന്റർ പവേർഡ് ബൈ KS മെന്റർ അല്ലെ, ആ മാറ്റങ്ങളെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ. ഇപ്പോ PSC മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ മാറ്റം എന്താണെന്ന് കൃത്യമായിട്ട് സ്റ്റുഡൻസിന് വ്യക്തമാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല പലർക്കും. അപ്പോൾ ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ പലരും ഇപ്പോൾ പുതിയ മാറിയ രീതിയിൽ സ്റ്റുഡൻസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രസ്താവന ചോദ്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. അല്ല, ഒന്നാമത്തെ അവർക്ക് സമയം. കാര്യം സിമ്പിൾ MCQs കണ്ട് ശീലിച്ചവർക്ക് പ്രസ്താവന ചോദ്യം സമയം മാറില്ല. അതൊരു വായിച്ചെടുക്കാനുള്ള സമയത്തെയാണ് ഈ ബുദ്ധിമുട്ട് എന്നുള്ളതുമായി കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ഇപ്പോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം സമയം മാറുന്നില്ല. എക്സാമിന്റെ സമയത്തിൽ പ്രസ്താവന ചോദ്യം വന്നുകൊണ്ട് സമയം കൂട്ടി കൊടുക്കുന്നില്ല, അതേ സമയം തന്നെയാണ്. അപ്പൊ ആ മിനിമം സമയം കൊണ്ട് എങ്ങനെ പ്രസ്താവന ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതിൽ തന്നെ ചിലപ്പോൾ നമുക്ക് എല്ലാ പ്രസ്താവനകളും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അതിൽ ഒരു പ്രസ്താവന ചിലപ്പോൾ തെറ്റായിരിക്കും, അത് മാത്രം നമ്മുടെ കണ്ണിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓപ്ഷൻ കട്ട് ചെയ്താലേ ആൻസറിലെത്തുക. ബാക്കി വായിച്ചു പോലും നോക്കട്ടെ. എലിമിനേഷൻ ടെക്നിക്ക് അത് കൃത്യമായിട്ട്, പക്ഷെ അത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ എലിമിനേഷൻ ടെക്നിക്ക് ഹാളിലിരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല സ്റ്റുഡൻസിന്. അത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു അപ്രോച്ച്, അത് ആ ഒരു മാറ്റം നമ്മൾ തിരിച്ചറിയാന്നുള്ള, മാറ്റം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാൻ സാധിക്കൂ. ആ 4 ഓപ്ഷനെ കുറിച്ച് അറിയാത്തൊരാളുടെ എലിമിനേഷൻ ടെക്നിക്ക് ഇല്ല, പിന്നെ തോന്നുന്നില്ല.